Yeah. ഹലോ, വിനു അല്ലേ? അതെ, ആരാ? ഈ വരുന്ന വെള്ളിയാഴ്ച ഫ്രീ ആണോ? ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ഉണ്ടായിരുന്നു. ശരിക്കും ഏതാ ജോണർ? സ്കാൻലെസ്സോ സൂഡോ സയൻസോ? ഞാൻ നന്നായി ഫേക്ക് ഇന്റർവ്യൂ ചെയ്യും. അത് ഇനി വല്ല ഹിഡൻ ക്യാമറ സെറ്റപ്പ് ആണോ? ഏതാ സാധനം? അതൊന്നല്ല, ഒരു ഹൊറർ ലൊക്കേഷൻ ആണ്. ഹൊറോ? ഹൊറർ എന്ന് പറയുമ്പോ നമ്മുടെ ഈ കോസ്റ്റ് ഹണ്ടേഴ്സ് വിശ്വസിച്ചാലെങ്കിലും അതുപോലത്തെ സെറ്റപ്പ് ആണോ? അതുപോലത്തെ ഫേക്ക് സംഭവം ഒന്നല്ല ബ്രോ, ഇത് റിയൽ ആണ്. ആണോ? ഓക്കെ. അല്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? പേടിക്കണ്ട. അയ്യേ, പേടിയാ? അല്ല അങ്ങനെയല്ല, വേറെ വല്ല റിസ്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചതാ. പേടിയൊന്നുമില്ല. റിസ്ക് എടുത്താ തനിക്ക് അതിനുള്ള ഗുണമുണ്ടാവും. ശരി ബ്രോ, നിങ്ങളെ ലൊക്കേഷനും എത്തേണ്ട സമയം ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഈ നമ്പറിലേക്ക്. ഓക്കെ. ഹലോ, നീ എവിടെയാ? എടാ ഒന്നും പറയണ്ട, കാലത്ത് ഇറങ്ങിയത് ഒരു ഫോറസ്റ്റ് വ്ളോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ടാറ് എത്തണില്ല, കുറെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് നടക്കണം. മെച്ചുണ്ടോന്ന് ചോദിച്ചാ സാമ്പത്തികമായിട്ടൊന്നുമില്ല, പക്ഷെ ഇതൊരു മസാല ഐറ്റം ആയോണ്ടേ ചിലപ്പോ ഇറങ്ങിക്കഴിഞ്ഞാ ചിലരൊക്കെ പോസ്റ്റർ കീറും എന്നാണ് എന്റെ ഒരു ഇത്. ആടാ വിളിക്കാടാ. മനുഷ്യന് വഴി മനസ്സിലാവോണ്ടിരിക്കുമ്പോഴോ അവന്റെ കിണി. എവിടെയാണത്? നെറ്റും കിട്ടില്ല, വെറുതെ മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. എന്ത് കഷ്ടം, ഒരു മനുഷ്യനെ പോലും കാണാനില്ലല്ലോ. നേരത്തെ പോയി വർക്ക് ഏറ്റെടുക്കാൻ തോന്നിയത്. വർക്ക് ഏൽപ്പിച്ച് നാളെ വിളിച്ചിട്ട് കിട്ടണമില്ല. ബ്രോ, ഒന്നിങ്ങോട്ട് വരോ? ബ്രോ, ഈ മണ്ണാടി ഫോറസ്റ്റ് എന്താടാ? ഈ മണ്ണാടിക്കാട് ഇവിടെ എവിടെയല്ലേ? അവിടേക്കുള്ള വഴി ചേട്ടാ, അവിടേക്ക് മതി. അവിടെ പ്രേതണ്ട്, നാശത്തിലേക്കാണ് എന്റെ പോക്ക് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനല്ലേ? അത് ഈ വിനു കുറെ കണ്ടിട്ടുള്ളതാ. താൻ കഥ തീർത്തിട്ട് വഴി പറ. നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ മതി, എൻട്രൻസ് ഉണ്ട്. ഓക്കെ. തന്റെ കാലിനെന്താ പറ്റിയേ? അതവിടെ ചാടിയപ്പോ ചെറുതായിട്ടൊന്ന് മടങ്ങിയതാ. അല്ല, അപ്പൊ ഇപ്പൊ എങ്ങടാ പോണേ? ചേട്ടൻ പറഞ്ഞ സ്ഥലല്ലേ, അതിന്റെ അപ്പുറത്തെ വീട്. കൊറേ ദൂരണ്ടാ? കുറച്ച്. താ ഒരു കാര്യം ചെയ്, താൻ കേറ്. ഇല്ല വേണ്ട, താൻ കേറ്. 1-2 പോവാ. താൻ കേറോ, ഞാനും ആ വഴിയാ. കേറ്, വാ. അല്ല, എന്താ തന്റെ പേര്? എന്റെ പേര് സായ്. അല്ല, ഇവിടെ എന്താ പരിപാടി? നമ്മള് വരുന്ന വഴിക്ക് ഒരു എസ്റ്റേറ്റ് കണ്ടില്ലേ, അവിടെ ജോലി ചെയ്യാ. അല്ല, ഇവിടെ നിന്നിട്ട് വല്ല മെച്ചണ്ടാ? ജീവിക്കാനുള്ള കിട്ടും. ഞാൻ യൂട്യൂബറാ, പേര് വിനു വ്ളോഗ്സ്. കേട്ടിട്ടുണ്ടാവും? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അതെ, ഞാൻ ഈ സെൻസേഷണൽ കണ്ടന്റ് സാധാരണ ചെയ്യാറേ. പഠിച്ചോക്കെ. താൻ ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഭയങ്കര പോപ്പുലറാ. ഇല്ല, ഇവിടെ അങ്ങനെ നെറ്റ് ഭയങ്കര കുറവാ. സോ സാഡ്. അല്ല, ഞാൻ കുറെ നേരം ഈ വളവള പോലെ സംസാരിക്കുന്നു. തനിക്കൊന്നും ചോദിക്കല്ലേ? ചേട്ടൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ചേച്ചിയുടെ വൃത്തിയായിട്ട പട്ടി. ഏത് നേരം ബൗ ബൗ ബൗ. ഒരു
തൊയിരം തരില്ല, ഭയങ്കര വെറുപ്പിക്കില്ല. ഓ അപ്പൊ വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലേ? ആ പിന്നെ എന്താ തന്നെ അങ്ങനെ വെച്ചേ? ഒന്നുമില്ല, ചോദിച്ചോളൂ. അമ്മ എങ്ങനെയുണ്ട് ആള്? അമ്മ ഭയങ്കര ചില്ലല്ലേ. കഴിഞ്ഞ ദിവസേ ഞാൻ കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് 4 കാലിൽ വന്നപ്പോ അമ്മ പറഞ്ഞു പോയി കുളിച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ. അത്ര ചില്ല. മൈ മോം ഇസ് ദ ബെസ്റ്റ് മോം ഇൻ ദ വേൾഡ്. നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് കിടക്കാറുണ്ടോ? എന്താ തന്നെ അങ്ങനെ വെച്ചേ? അല്ലാട്ടാ, നമ്മളെ വയ്യാണ്ടാവുമ്പോ അമ്മയുടെ കൂടെ കിടക്കില്ലേ, അത് ഉദ്ദേശിച്ചത്. അമ്മക്ക് വയ്യാണ്ടാകുമ്പോ ചെറിയ പേടിയൊക്കെ വരും. ആ നേരത്തെ ഞാൻ പോയി കൂടെ കിടക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാ, നല്ല സുഖം കിട്ടാറുണ്ടോ? ഇറങ്ങണം. ചേട്ടാ ചേട്ടൻ ഇറങ്ങി എന്റെ വണ്ടിന്ന് പാടാം. ചേട്ടാ, ഞാനവിടെ മര്യാദയ്ക്ക് നിൽക്കായിരുന്നു. ചേട്ടനാണ് എന്നെ പിടിച്ച് വണ്ടി കയറ്റി. ഇനി ഈ വണ്ടിയിൽ നിന്ന് എപ്പം ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ആഹാ, ശരിയാക്കി തരണം. പിന്നെ ഞാൻ ആരാന്നറിയണം. ആരെ വിളിക്കണ? നിന്നെ ഇൻവൈറ്റ് ചെയ്ത ആളെ വിളിക്കണേ? നിന്നെ ഇൻവൈറ്റ് ചെയ്ത് ഞാനാടാ. വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ. എന്താടാ ഫേസ് ലോക്കാ? നോക്ക്, നോക്കടാ. ഇതാരടാ, നിന്റെ പെണ്ണ? കൊള്ളാലോ കൊച്ച്. ഞാനേ നിന്റെ യൂട്യൂബ് ഒന്ന് നോക്കട്ടെ, അവിടെ നിന്റെ കളികളൊക്കെ. പ്രൈവറ്റ് കോളേജിലെ കാമലീലകൾ, ഐലൻഡ് റിസോർട്ടിലെ പെൺവാണിഭം, നഗരമധ്യത്തിലെ പാർക്ക് വേശ്യാലയമോ. കൊള്ളാലോടാ. ഇങ്ങനെയാണോ നീ പൈസ ഉണ്ടാക്കണേ? നിന്റെ അമ്മയ്ക്കറിയോ ഇതൊക്കെ? ആരാ? തനിക്ക് എന്താ വേണ്ടേ? കാശാണ് പറ, ഞാൻ തരാം. എനിക്ക് വിലയിടാൻ മാത്രം ആയോടാ നീ? നീ വണ്ടി എടുക്ക്, വണ്ടി എടുക്ക്. സ്റ്റാർട്ട് ആവണില്ല. ഇറങ്ങി നോക്ക്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഫോൺ എൻ്റെ കയ്യിലാ, അത് നീ ഓർത്തോണം. നീ പുറത്തിറങ്ങി ഓടാനാണ് പരിപാടിയെങ്കിൽ എവിടെ ഇട്ടാലും പൊക്കും ഞാൻ. അതുകൊണ്ട് സൂക്ഷിച്ചു പോയി നോക്ക്. ചെല്ല്. വണ്ടി ശരിയുണ്ട്. കേറാ. എന്താടാ കഴിഞ്ഞ? വാ, ഇനി ഇങ്ങോട്ട് ഓടാനല്ലേ നിനക്ക്? വാ.
എന്നോട് ഞാൻ പറഞ്ഞല്ലേ കൂടിയിട്ട് കാര്യമില്ലെന്ന്. നീ പറഞ്ഞില്ലേ നിന്റെ അമ്മയെ പറ്റി? എനിക്കുണ്ടായിരുന്നു അതുപോലെ ഒരമ്മ. സ്വന്തം എന്ന് പറയാൻ എനിക്ക് ഈ ഭൂമിയിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് ഞാനും. അച്ഛനില്ലാത്തൊരു കുറവ് പോലും എനിക്ക് അമ്മ വരുത്തിയിട്ടില്ല. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ പിന്നെ എൻ്റെ ലൈഫ് മൊത്തം ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം കീമോ കഴിഞ്ഞ് വരുന്ന വഴിയാണ് കുറച്ച് സമയം ഇരിക്കാനായിട്ട് ഞങ്ങൾ ആ പാർക്കിൽ കയറി. വേദന സഹിക്കാണ്ടായപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ കിടന്നത്. അതാടാ ഈ മ്യൂസിയം പാർക്കിലെ കാമലീലകൾ ഇട്ടിട്ടെ. അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്ന് എന്നെ ആരും കണ്ടില്ല. പക്ഷെ എൻ്റെ അമ്മ ഈ കത്തി ചുമ്മാ തന്നെ പേടിപ്പിക്കാൻ കൊണ്ടുവന്നല്ല, എന്നെ ചങ്കിൽ കുത്തിയിറക്കാൻ തന്നെയാ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതൊരു തിരിച്ചറിവായിക്കോട്ടെ വിചാരിച്ചു. നിനക്കും നിന്നെ പോലുള്ളവന്മാർക്കും